ചാപ്പലിൽ കുറെ കൂടി ഉയരമുള്ള തിരുരൂപമാവാമായിരുന്നു എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. വികാരിയച്ഛനോട് ഞാൻ പറഞ്ഞോളാം. എൽസിറ്റയുടെ ഈശ ആവുമ്പോ മിടുക്കും സൗന്ദര്യവും ഒക്കെ കൂടും. പക്ഷെ ഒരു കാര്യം, തിരുരൂപത്തിന് ദൈവികത്വം തോന്നണം. എങ്കിലേ ഞാൻ അനുവദിക്കുള്ളൂ. എവിടെ പോയി കിടക്കുകയാണ് മതയാമനി? ഇങ്ങോട്ട് കുട്ടികളുടെ ആദ്യ കുർബാനയാണ്. ഒരെണ്ണം എടുക്കാനല്ല ഓസ്തി. സക്രാരിയിൽ നോക്ക്, ഒരെണ്ണം ഉണ്ടോ 1000 എണ്ണം ഉണ്ടോന്ന്. കർത്താവിൻ പ്രിയപ്പെട്ടവരെ, ഇന്നും നമ്മുടെ ഇടവകയിലെ കുരുന്നുകളുടെ പ്രഥമ ദിവ്യ കാരുണ്യ സ്വീകരണമാണല്ലോ. നമുക്ക് ഈ മഹനീയ നിമിഷത്തിൽ പ്രാർത്ഥനാപൂർവം പങ്കുചേരാം. ക്രിസ്തുവിൻ്റെ വെളിച്ചം നിങ്ങളുടെ ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും അന്ധകാരത്തെ മുഴുവൻ നീക്കിക്കളയട്ടെ. വത്സല കുഞ്ഞുങ്ങളെ, നിങ്ങൾ മാമോദിസ വഴിയാണ് തിരുസഭയിലേക്ക് പ്രവേശിച്ചതും സ്വർഗത്തിന് അവകാശികളായതും. അന്നും നിങ്ങളുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും നിങ്ങൾക്ക് വേണ്ടി വിശ്വാസ സത്യങ്ങൾ ഏറ്റുപറഞ്ഞു. ഇപ്പോൾ ഈശോയെ കൈക്കൊള്ളുന്നതിന് മുമ്പ് ഈ വിശ്വാസ സത്യങ്ങൾ നിങ്ങൾ തന്നെ ഏറ്റുപറയാൻ ആഗ്രഹിക്കുന്നുവോ? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നമുക്ക് വേണ്ടി പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്നും പിറന്ന് പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച അവിടുത്തെ ഏകപുത്രൻ ഈശോ മിശിഹായെയും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പരിശുദ്ധാത്മാവിലും കത്തോലിക്ക തിരുസഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും നിത്യമായ ആയുസ്സിലും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? മാമോദിസയിൽ നിങ്ങളുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ദൈവത്തോട് ചില വാഗ്ദാനങ്ങൾ ചെയ്തു. ആ വാഗ്ദാനങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് നവീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ദൈവത്തിന്റെ ശത്രുവും നമ്മെ വഞ്ചിക്കുന്നവനുമായ പിശാചിനെ നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? അവന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ആഘോഷങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? പ്രിയ കുട്ടികളെ, ദൈവം നിങ്ങളുടെ വാഗ്ദാനങ്ങളെ സ്വീകരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.
കൂടിന്റെ ബലം പരിശോധിക്കുകയാണോ? ഇവരെ കണ്ടു നിൽക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം. അവന്റെ നമ്മുടെ ജീവിതം കാരാഗ്രഹത്തിലായിപ്പോ. അവൻ ഈ കൂട്ടിൽ, നമ്മൾ ഈ പെരുങ്കോട്ടയിൽ. തോന്നലുകളാണ് സിസ്റ്ററെ. സംഭവിക്കുന്നത് മുഴുവൻ നമ്മുടെ മനസ്സിനകത്താണ്. അത് തിരിച്ചറിഞ്ഞാൽ നമ്മൾ സ്വതന്ത്രരായി. സിസ്റ്റർ നിക്ക്, എനിക്ക് സംസാരിക്കണം. ആരൊക്കെയായി നമ്മൾ ഇടപെട്ടാലും അവർക്കൊക്കെ നമ്മൾ നിഗൂഢ മനുഷ്യരാ. ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെതല്ലാത്തവരെ പോലെയാണ് നമ്മൾ. ആണല്ലോ. തിന്മയിൽ നിന്ന് പോലും നന്മ പുറപ്പെടുവിക്കാൻ ഈശോയ്ക്ക് കഴിയും. ആ ഈശോയുടെ മണവാട്ടിമാർ മാത്രമാണ് നമ്മൾ. സിസ്റ്ററെ, ഒരു കൂട്ട് വേഗം കണ്ടെത്തിക്കോളൂ, ഇല്ലെങ്കിൽ സിസ്റ്റർ ബുദ്ധിമുട്ട്. കണ്ടില്ലേ, അവരെല്ലാം ജോഡികളാ. ഒരു പനി വന്നാൽ മരുന്നെടുത്ത് തരാൻ പോലും ആരും കാണില്ല. എനിക്ക് കൂട്ടി ഈശോ മാത്രമാണ് ചേച്ചി. സിസ്റ്റർ റോസ്ലിൻ സിസ്റ്ററെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പണ്ടൊരു കപ്ലോൻ അച്ഛനുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു. വലിയ കോളിളക്കം ഉണ്ടാക്കിയ സംഗതിയാ. സഭയിൽ നിന്ന് പുറത്താക്കുമെന്നുള്ള ഘട്ടത്തിലെത്തിയപ്പോൾ കപ്ലോനച്ഛനും വേണ്ട, എനിക്കിനി ആരും വേണ്ട എന്നൊരു തീരുമാനവും എടുത്ത്. കോൺവെന്റിൽ ഏതോ മുറിയിലുണ്ടാവും, തനിച്ച്. തലയ്ക്ക് കുറച്ച് ലൂസാ. മദർ നല്ല പുള്ളിയൊന്നുമല്ല, സ്വന്തം കാര്യമേ നോക്കൂ. പിള്ളേരുടെ അപ്പം പറയുക 5 സ്ഥലമെന്നാ. മദർ കുരിശ് ചോമിപ്പിക്കുമെന്ന്. അയ്യോ കർത്താവേ. ഓ, യേശുവിൻ്റെ തിരുഹൃദയത്തിന് സമർപ്പിച്ച പള്ളിയാണിത്. അല്ല, തിരുരൂപത്തിൻ്റെ നിർമ്മാണം എവിടം വരെ എത്തി? പ്രാർത്ഥിക്കുമ്പോൾ യേശു തരുന്ന സൂചനകളിലൂടെയാണ് സിസ്റ്റർ തീരുമാനങ്ങൾ എടുക്കാറെന്ന് ഇവിടെ ആരോ പറഞ്ഞു കേട്ടു. യേശു ഈ പള്ളിക്കകത്തുണ്ട്. തനിച്ച് നടക്കല്ലേ സിസ്റ്ററെ? ആരെ കാണാനാ നീ പോകുന്നത്? ആരുടെ മുറിയിലേക്കാണെന്ന് നേർക്ക് നോക്ക്. മത്തായി 13:53 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ കേൾക്കട്ടെ. യേശു ഈ ഉപമകൾ അവസാനിപ്പിച്ച ശേഷം അവിടെ നിന്ന് പുറപ്പെട്ട് സ്വദേശത്തു വന്ന് അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചു. അവർ വിസ്മയഭരിതരായി ചോദിച്ചു, ഇവന് ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന്? ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ? മറിയമല്ലേ ഇവന്റെ അമ്മ? യാക്കോബ്, ജോസഫ്, ഷിമയോൻ, യൂദാസ് എന്നിവരല്ലേ ഇവന്റെ സഹോദരന്മാർ? ഇവന്റെ സഹോദരിമാരെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. പിന്നെ ഇവനിതെല്ലാം എവിടെ നിന്ന്? അവർക്ക് അവനിൽ ഇടർച്ചയുണ്ടായി. യേശു അവരോട് പറഞ്ഞു, പ്രവാചകൻ സ്വദേശത്തും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും അവമതിക്കപ്പെടുന്നില്ല. അവരുടെ അവിശ്വാസം നിമിത്തം അവൻ അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല. പൊക്കോ.
നിക്ക്. അത്താഴത്തിന് എല്ലാവരും ഇരിക്കുമ്പോൾ സിസ്റ്റർ എവിടെയായിരുന്നു? പള്ളിയിൽ. ഈശോ സിസ്റ്ററിന്റെ മാത്രമാണോ? സിസ്റ്ററിന് മാത്രമായിട്ട് ഒരു നിയമവും ഇല്ല ഇവിടെ. ഈ വിനയം അനുസരണയാണോ അതോ അഹങ്കാരമാണോ? കൊച്ചു സിസ്റ്റർക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. ശരി അച്ചോ. മരുന്നുകൾ തനിയെ കഴിക്കുന്നു തോന്നില്ല. ഭക്ഷണത്തിൽ കലത്തി കൊടുക്കാം. ശരി. എൻ്റെ പ്രിയേ, എൻ്റെ പ്രിയേ, നീ എത്ര സുന്ദരി. അതെ, നീ സുന്ദരി തന്നെ. നിന്റെ കണ്ണുകൾ ഇണപ്രാവുകളാണ്. എന്റെ പ്രിയനെ, നീ എത്ര സുന്ദരൻ. അതെ, സുന്ദരൻ തന്നെ. നമ്മുടെ ശയ്യാതലം ഹരിതമോഹനമാണ്. ദേവദാരു കൊണ്ട് ഉത്തരവും സരളവൃക്ഷം കൊണ്ട് കഴുക്കോലും തീർത്തതാണ് നമ്മുടെ ഭവനം. അന്ന് ദുഃഖവെള്ളിയാഴ്ചയായിരുന്നു. തിരുരൂപം താഴെ ഇറക്കി കിടത്തിയിരിക്കുന്നു. എല്ലാവരും മുത്തം നൽകുന്നു. കയ്പുനീര് കുടിച്ച് പലരും മടങ്ങുന്നു. എനിക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. ഈശോ അനുഭവിച്ച പീഡനങ്ങൾ മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. യേശുവിനോട് കൂടുതൽ അടുക്കുന്നവരെ സാത്താൻ കൂടുതൽ വെറുക്കുന്നു. ഇവിടുത്തെ സാത്താന്മാർക്ക് സിസ്റ്ററോട് വെറുപ്പാണ്. സിസ്റ്റർക്ക് മാനസിക രോഗമുണ്ടെന്ന് വരുത്തി തീർക്കുകയാണ് അവർ. ഈശോ എന്നെ വിളിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ കന്യാസ്ത്രീയായത്. എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാവുന്ന വാക്ക് അദ്ദേഹം പാലിക്കുന്നുണ്ട്. സിസ്റ്റർ പ്രവൻഷ്യാളമ്മയ്ക്ക് എഴുതണം ഇവിടെ നടക്കുന്ന നെറുകേടുകളെക്കുറിച്ച്.
എനിക്കിഷ്ടപ്പെട്ട അപ്പവും മീനും നിനക്കും ഇഷ്ടപ്പെടും.